ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പാറുവിനെയും വിശ്വജിത്തിനെയും അംഗീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ വീടിനകത്തോട്ട് കയറ്റാനായിട്ടോ ശോഭയോ മാഷോ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഇനി ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊരു ഒറ്റ തീരുമാനത്തിൽ തന്നെ ശോഭ നിന്നു. അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവരെ പുറത്താക്കി ശോഭ വാതിലടക്കുകയും ചെയ്തു. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിശ്വജിത്ത് തന്നെ പാറുവിൻ്റെ കൈയും പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ്. പാറു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും ഒരു വാടക വീട്ട് നോക്കാം, അതുവരെ നമുക്ക് ഹോട്ടലിലെങ്ങാനും റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക? ശോഭയും മാഷും അവരെ അകത്തോട്ട് കയറ്റത്തില്ല, അവരെ കൈയൊഴിഞ്ഞിരിക്കുവാണ്. അതുപോലെ തന്നെ രാജലക്ഷ്മിയും അവരെ കൈയൊഴിഞ്ഞിരിക്കുവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാം? പാറുവിനെയും വിശ്വജിത്തിനെയും മുന്നിൽ നിർത്തി എങ്ങനെ ആയിരിക്കും ഇനി പല്ലവിയെ ഇന്ദ്രൻ തൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പോകുക? പല്ലവിയോട് തൻ്റെ പ്രതികാരം എങ്ങനെയായിരിക്കും ഇന്ദ്രൻ ചെയ്യാൻ പോകുക എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ ശോഭയും മാഷും കൂടി പാറുവിനെ വിശ്വജിത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സങ്കടത്തോടുകൂടി അവർ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ആ സമയത്തും നല്ല ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാറുവിനെ ഇനി ഒരിക്കലും ഞാൻ എന്ത് പ്രശ്നം വന്നാലും പാറുവിനെ ഞാൻ കൈയൊഴിയത്തില്ല, നിന്നെ എൻ്റെ ഒപ്പം തന്നെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വാസം കൊടുത്തുകൊണ്ട് വിശ്വയുടെ കൈയും പിടിച്ചുകൊണ്ട് പാറു ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു വിളി കേട്ടു. നിങ്ങൾ പോകണ്ട, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഉടനെ തന്നെ പാറുവിനെയും വിശ്വജിത്തിനെയും തടഞ്ഞു നിർത്തിയതിന് ശേഷം ശോഭ പറഞ്ഞു, അന്ന് ഒരിക്കൽ ഇതുപോലെ എൻ്റെ മകൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നതാണ്. അന്ന് ഇതേപോലെ കോരിച്ചൊരിയുന്ന മഴയത്ത് അവൾ വന്നപ്പോൾ ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറ്റാനോ അല്ലെങ്കിൽ അവളെ സ്വീകരിക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഞാൻ തയ്യാറാകാതെ അവളെ ഇറക്കി വിട്ടതിൻ്റെ ഫലമാണ് അവൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. പക്ഷേ അന്ന് അവൾ തെരുവിൽ നിന്നപ്പോൾ അവളുടെ മനസ്സിലൊരു ഭയമുണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിനി എങ്ങോട്ടേക്ക് പോകും, ഞാനിനി എവിടെ താമസിക്കും, എനിക്ക് ആരുമില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് ടെൻഷൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവളെ താങ്ങിപ്പിടിച്ച് നിർത്തിയതും അവൾക്കൊരു തുണയായിട്ട് നിന്നതും സേതു ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. അന്ന് ഞാൻ അവളെ അംഗീകരിക്കാതെ അവൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് അവൾ തെരുവിലൂടെ നടന്ന സമയത്ത് സേതു കൂടെ ഉണ്ടായിരുന്നപ്പോഴും അവളെ താങ്ങി നിർത്തുകയും അവൾക്ക് ഒരു അഭയം നൽകാനായിട്ട് പൊന്നുമടം തറവാടും തയ്യാറായി. എന്നാൽ അതിൻ്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ അന്ന് പല്ലവി ഇറക്കി വിട്ടതിൻ്റെ വിഷമമെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കത് ഒരിക്കലും പറ്റുന്നില്ല, എനിക്കത് മറക്കാനോ പൊറുക്കാനോ ഒന്നും സാധിക്കാത്തത് തന്നെയാണ്. എന്നാൽ ഇതേ അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എവിടെയും ഇല്ലാതെ എവിടെയെങ്കിലും താമസിക്കാനായിട്ട് സൗകര്യം കിട്ടാതെ നിങ്ങൾ അലഞ്ഞ് ഒരു പക്ഷേ നിങ്ങൾ സ്ഥലം കണ്ടെത്തിയെന്ന് വരാം. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ആ വേദന മാഞ്ഞു എന്ന് വരത്തില്ല. അതുകൊണ്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നുകൂടി ശോഭ അവരോട് പറഞ്ഞു. അത് കേട്ടപാടെ തന്നെ പാറുവിനും വിശ്വജിത്തിനും ഒരുപാട് സന്തോഷം തോന്നി. അവരെ വീടിനകത്തോട്ട് കയറ്റുവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ പാറു സന്തോഷത്തോടു കൂടി തൻ്റെ അമ്മ അംഗീകരിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഓടിപ്പോയത്. എന്നാൽ അപ്പോഴും ശോഭ പറഞ്ഞു, ഞാൻ ഈ സംഭവം മറന്നുവെന്നും പുറത്തുവെന്നും നിന്നോട് ക്ഷമിച്ചുവെന്നും നീ വിചാരിക്കേണ്ട. ഞാൻ നിങ്ങൾ വഴിയാധാരമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അകത്തോട്ട് കയറ്റിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ തയ്യാറല്ല എന്നുകൂടി പാറുവിനോട് ശോഭ പറഞ്ഞു. എന്നിട്ട് ആചാരപ്രകാരം തന്നെ അവരെ വീടിനകത്തോട്ട് കയറ്റാനായിട്ട് ശോഭ വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു പാറുവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പാറു മാഷിൻ്റെയും ശോഭയുടെയും കാല് തൊട്ട് വന്ദിച്ചിട്ടുണ്ടായിരുന്നു. കാല് തൊട്ട് വന്ദിച്ച് മാഷ് പറഞ്ഞു, എന്നെ എപ്പോഴും ശോഭ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അതുപോലെ തന്നെ അവൾ ഇപ്പോഴും അത്ഭുതപ്പെടുത്തി. നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ നീ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ ജീവിതത്തിൽ തോറ്റു കൊടുത്തിട്ടല്ല നിങ്ങൾ ഞങ്ങളെ സ്നേഹം പിടിച്ചു പറ്റേണ്ടത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാഷ് പറഞ്ഞു. പല്ലവിയും അവിടെ പാറുവിനെയും വിശ്വജിത്തിനെയും അനുഗ്രഹിച്ചു. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക, അല്ലാതെ തോറ്റു തുന്നമ്പാടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തില്ല. നിങ്ങൾ ശരിയാണ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സേതുവും പല്ലവിയും പറഞ്ഞു, ഒരുപാട് അനുഗ്രഹിച്ചു. അങ്ങനെ വിളക്ക് പിടിച്ച് വലതുകാല് വെച്ച് പാറു വീണ്ടും തൻ്റെ വീട്ടിനകത്തോട്ട് കയറ്റി. വീട്ടിനകത്ത് കയറി ഇരിക്കുന്ന സമയത്ത് പല്ലവിയോട് പറയുവാണ്, ശോഭ പറയുവാണ്,
പല്ലവി നീ അകത്ത് പാറുവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അവളുടെ പേരിൽ കഴിപ്പിച്ച പാൽപ്പായസം ഉണ്ട്, അത് എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ പല്ലവി പോയതിന് പിന്നാലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വിശ്വജിത്തിന് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ വീട്ടിൽ പോയപ്പോൾ തൻ്റെ വീട്ടുകാർ പോലും തന്നെ കയറ്റിയില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളെ ഇവിടുത്തെ ഒരു അംഗമായിട്ട് തന്നെ അവർ അംഗീകരിച്ചു. ചെറിയ ചെറിയ ദേഷ്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങളെ ഇപ്പോൾ എന്നോട് ഈ കാണിക്കുന്ന ദേഷ്യത്തിനെ എല്ലാം ഞാൻ മാറ്റി, നിങ്ങൾ ആ ഒരു ദേഷ്യത്തിനെല്ലാം ഞാൻ സ്നേഹമാക്കി മാറ്റും. അതും ഞാൻ പാറുവിനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കലും ഇന്ദ്രനല്ല വിശ്വജിത്ത്, എൻ്റെ ഏട്ടനെ പോലെ ഞാൻ ആകത്തില്ല, പാറു ആയിരിക്കും എൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞ് വിശ്വജിത്ത് പറയുമ്പോഴും അന്ന് ഇതുപോലെ ഇന്ദ്രൻ ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞതാണ്, ഞങ്ങളെ വിശ്വസിപ്പിച്ചതാണ്. അങ്ങനെ ഇന്ദ്രനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോഴും പല്ലവി അനുഭവിക്കുന്നത്. അതുപോലെ വരാതെ പാറു ഒരു പാവം കുട്ടിയാണ്, അവൾക്കൊന്നും അറിയത്തില്ല, അപ്പോൾ അവൾക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല്ലവി കൊണ്ടുവന്ന പാൽപ്പായസം രണ്ടുപേർക്കും വായിൽ കൊടുത്ത് മധുരം നൽകി സന്തോഷത്തോടു കൂടി അവരുടെ ഒരു പുതിയൊരു ജീവിതത്തിൽ പോകാനായിട്ട് അവർ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും നേതൃത്വത്തിൽ അവിടെ അടുത്ത ഫസ്റ്റ് നൈറ്റും അടുത്ത ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ്. രാജലക്ഷ്മിയുടെ തീരുമാനം മാറ്റാത്തതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ദ്രൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചത്തേക്ക് എടുത്തിരിക്കുന്ന ഭക്ഷണം ഒന്നുപോലും കഴിക്കാതെ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുമ്പോൾ രാജലക്ഷ്മി ഇതെല്ലാം കണ്ടിട്ട് ഇന്ദ്രൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ നടക്കാതെ വന്നപ്പോൾ രാജലക്ഷ്മി തന്നെ പറയുവാണ്, എനിക്ക് രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ വിശ്വജിത്ത് കാണിച്ചത് തെറ്റാണെന്ന് നിനക്കറിയാം, എന്നാൽ നിനക്ക് പല്ലവിയോടുള്ള പ്രതികാരം തീർക്കണം. അതിനു വേണ്ടിയിട്ട് നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്, പാറുവിനെയും വിശ്വജിത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യാം. എന്തായാലും നിന്നെ ഞാൻ എതിർത്ത് നിൽക്കുന്നില്ല, നിന്റെ സന്തോഷം ഞാൻ കെടുത്തുന്നില്ല. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിലും തോറ്റു കൊടുക്കാം. ഞാൻ എല്ലാവരുടെ മുന്നിലും തോറ്റുകൊടുത്ത രണ്ട് നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, പല്ലവി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ആ നിമിഷം. രണ്ട്, ഞാൻ ഇപ്പോൾ വിശ്വജിത്തിൻ്റെയും പാറുവിൻ്റെ വിവാഹം നടന്നതിന് ശേഷവും അവരുടെ വിവാഹം നടന്നത് മറ്റുള്ളവർ അറിയുമ്പോൾ അവരെന്നെ പരിഹസിക്കും. അതാണ് എന്നെ രണ്ടാമത് തലകുനിച്ച നിമിഷം. പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം മറന്ന് അവരെ പോയി വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം, അവരിവിടെ തന്നെ നിൽക്കട്ടെ, നിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിനും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഇന്ദ്രൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് രാജലക്ഷ്മി പാറുവിനെയും വിശ്വജിത്തിനെയും ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് വേറെ ഒന്നിനുമല്ല, പല്ലവിയോട് പ്രതികാരം തീർക്കാൻ തന്നെയാണ് ഇന്ദ്രൻ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ രാജലക്ഷ്മി നേരെ പല്ലവിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്. അവരുടെ അടുത്ത പുതിയൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് റൂമൊക്കെ അലങ്കരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു രാജലക്ഷ്മി വരികയും എന്നിട്ട് എല്ലാവരോടുമായിട്ട് രാജലക്ഷ്മി വന്ന ഉടനെ തന്നെ ചെറിയൊരു പൊട്ടിത്തെറികളൊക്കെ നടന്നു. എന്തിന് നിങ്ങൾ ഈ വീട്ടിലോട്ട് കയറി വന്നു, എന്തിനാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ നടന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മകനും മകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ മകനെയും മകൻ്റെ ഭാര്യയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അവരുടെ മുന്നിൽ ഒരുപാട് നാടകങ്ങളും കളിച്ചു. എന്നാൽ എത്രയൊക്കെ നാടകങ്ങൾ കളിച്ചിട്ടും അതിലൊന്നും വീഴാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഫലം അനുഭവിക്കുന്നത് ഞാനാണ്. എൻ്റെ മകൻ ഒരു രോഗിയായിപ്പോയത് എൻ്റെ തെറ്റാണോ, അവൻ്റെ സന്തോഷം ആഗ്രഹിച്ചത് എൻ്റെ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി തൻ്റെ തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം വിശ്വജിത്ത് പറഞ്ഞു, ഇപ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ടു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്നത് അവരാണ്. അപ്പോൾ പാറുവിൻ്റെ അമ്മയും അച്ഛനാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ താമസിക്കുന്നതേ ഉള്ളൂ. നാളെ ഞാൻ പാറുവുമായിട്ട് അത് സംസാരിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയതിന് ശേഷം ഞങ്ങൾ അറിയിക്കാം, അങ്ങോട്ടേക്ക് വന്ന് താമസിക്കണമോ വേണ്ടയോ എന്ന് പിന്നെ ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് സങ്കടം തോന്നി. രാജലക്ഷ്മി വീണ്ടും ഇമോഷണലായിട്ട് സംസാരിച്ചു. പാറു തൻ്റെ മകളാണെന്നും പാറുവിനെ തൻ്റെ മകളെ പോലെ സ്നേഹിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ വീഴാനായിട്ട് സേതുവോ പല്ലവിയോ വിശ്വജിത്തോ ശോഭയോ മാഷോ തയ്യാറായിരുന്നില്ല. പക്ഷേ പാറുവിൻ്റെ സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോൾ രാജലക്ഷ്മിയുടെ ആ ഒരു കുരുക്കിൽ വീഴാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക? പാറു ഒഴിച്ചു ബാക്കി എല്ലാവരും രാജലക്ഷ്മിയുടെ ഈ ഒരു തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചു. ഒരിക്കലും പാറുവും വിശ്വജിത്തും അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ
രാജലക്ഷ്മിയുടെ കണ്ണീര് കണ്ടപ്പോൾ പാറുവിനും ചെറുതായിട്ട് മനസ്സലിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സലിഞ്ഞ് പാറു ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും പാറു എടുക്കുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള തീരുമാനമെന്ന് ഞാൻ പറയും. അതിന് തെറ്റാകുമോ അതോ ഇനി അത് ശരിയായിട്ട് വരുമോ, ഇന്ദ്രൻ്റെ മനസ്സ് മാറുമോ? ഒരിക്കലും ഇന്ദ്രൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. പക്ഷേ വലിയൊരു ചതിയിൽ നിന്നും പാറുവിനെ രക്ഷിക്കാനായിട്ട് വിശ്വജിത്തിന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ ടാറ്റ ബൈ.